പച്ചയും പെയിന്റ് അടിച്ച ഓട്ടോറിക്ഷകൾ ഡൽഹിയിലെ തെരുവുകളോട് വിട പറയുകയാണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇന്ധനം നിറയ്ക്കുന്ന ഓട്ടോറിക്ഷകൾ പിൻവലിക്കാൻ നിർദ്ദേശിക്കുന്ന സർക്കാരിന്റെ പോളിസി 2.0 ഉടൻ പുറത്തിറക്കും. പകരം ഇലക്ട്രിക് ഓട്ടോകൾ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. കരട് നയം അനുസരിച്ച് 2025 ഓഗസ്റ്റ് 15 മുതൽ CNG-യിലോടുന്ന പുതിയ ഓട്ടോറിക്ഷകളുടെ രജിസ്ട്രേഷൻ നിരോധിക്കും. കൂടാതെ നിലവിലുള്ളവയുടെ പെർമിറ്റ് പുതുക്കുന്നതും നിർത്തലാക്കും. അതിനുശേഷം ഇലക്ട്രിക് ഓട്ടോകൾക്ക് മാത്രമേ ഡൽഹിയിൽ പെർമിറ്റ് നൽകൂ. 10 വർഷത്തിലേറെ പഴക്കമുള്ള എല്ലാ CNG ഓട്ടോറിക്ഷകളും ബാറ്ററികളിലേക്ക് മാറ്റണം. നിലവിൽ 1 ലക്ഷം CNG ഓട്ടോറിക്ഷകളാണ് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. 2025 ഓഗസ്റ്റ് 15 മുതൽ ചരക്ക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഡീസൽ, പെട്രോൾ, CNG 3 വീലർ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്നും പുതിയ ചട്ടം ശുപാർശ ചെയ്യുന്നുണ്ട്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ, ഡൽഹി ജൽ ബോർഡ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ളതും പാട്ടത്തിനെടുത്തതുമായ എല്ലാ മാലിന്യ ശേഖരണ വാഹനങ്ങളും ഘട്ടം ഘട്ടമായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറ്റണമെന്നും 2027 ഡിസംബർ 31-നകം 100% ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കണമെന്നും കരട് നയം 2.0 നിർദ്ദേശിക്കുന്നുണ്ട്. DRC-യും DIMTS-ഉം നടത്തുന്ന എല്ലാ പൊതുഗതാഗത ബസ്സുകളും ബസ്സുകളാക്കി മാറ്റാനും നയം ശുപാർശ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ DTC-യും DIMTS-ഉം നഗരത്തിലെ സർവീസുകൾക്കായി ഇലക്ട്രിക് ബസ്സുകളും സംസ്ഥാനാന്തര സർവീസുകൾക്കായി BSVI വാഹനങ്ങളും മാത്രമേ വാങ്ങാനാകൂ. മാർച്ച് 31-ന് കാലാവധി അവസാനിച്ച നിലവിലുള്ള നയം 15 ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. പുതിയ കരട് നയത്തിന്റെ പൂർണ്ണ രൂപമായാൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി അത് സമർപ്പിക്കും. തുടർന്ന് ജൂൺ ആദ്യത്തോടെ ചട്ടം നിലവിൽ വരുമെന്നായിരുന്നു സൂചന. 2026 ഓഗസ്റ്റ് 15 മുതൽ പെട്രോൾ, ഡീസൽ, CNG എന്നിവയിൽ ഓടുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും പുതിയ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്ന് പുതിയ നയം ശുപാർശ ചെയ്യുന്നുണ്ട്. നിലവിലുള്ളവ തുടർന്നും ഉപയോഗിക്കാൻ അനുവദിക്കണമെങ്കിൽ പുതിയത് വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ല. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ സംബന്ധിച്ച അവസാന തീരുമാനം മന്ത്രിസഭയുടേതായിരിക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം 2020-ലാണ് ദില്ലിയിൽ പോളിസി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം പുതുക്കിയ പോളിസി 2.0 അവതരിപ്പിക്കുമെന്ന് സർക്കാർ പലതവണ പറഞ്ഞിരുന്നുവെങ്കിലും പല തവണകളായി നീട്ടിവെക്കുകയായിരുന്നു. പുതുക്കിയ പോളിസി വന്നാൽ അത് തിരിച്ചടിയാകുന്നത് പഴയ വാഹന ഉടമകൾക്ക് തന്നെയാണ്. പഴക്കം ചെന്ന വാഹനങ്ങൾ ഒഴിവാക്കുകയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നതാണ് പോളിസി 2.0 കൊണ്ട് സർക്കാരിന്റെ ഉദ്ദേശം. കൂടുതൽ ആളുകളെ ആകർഷിക്കാനായും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായും ഫെയിം സബ്സിഡി പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം കൊടുക്കുകയുണ്ടായി. വനിതകൾക്ക് നിരവധി ഓഫറുകളും സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു.